ഇന്ന് 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്റർ നോക്കാം. മണൽക്കൂനകൾക്കിടയിലൂടെ എന്നാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര്. ശ്രീ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലെ ഒരു ചെറിയ ഭാഗമാണ്. ബെന്യാമിൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ്, ഒരു നോവലിസ്റ്റാണ് അല്ലേ. ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ ആടുജീവിതം സിനിമയായിട്ട് പുറത്തു വന്നത്. ഈ ആടുജീവിതത്തിന് ഒരുപാട് പരിഭാഷകളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് സിനിമയായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. വഴിയോര കാഴ്ചകൾ കഴിയുന്നു, ഇരുൾ വീഴും വഴികളിൽ ആരുടെ കാലച്ച. എന്താണ് അതിൻ്റെ അർത്ഥം? ഓരോ യാത്രയും യാത്രികനിൽ ഉണ്ടാക്കുന്ന ഒരു വൈവിധ്യം നിറഞ്ഞ അനുഭവങ്ങളാണ് അല്ലേ. ഓരോ യാത്രയും യാത്രികനിൽ ഉണ്ടാക്കുന്നത് വൈവിധ്യം നിറഞ്ഞ അനുഭവങ്ങളാണ്. അതായത് ചിലതെന്താണ്, വിനോദത്തിന് വേണ്ടിയുള്ള യാത്രകൾ ഉണ്ടാക്കുന്ന അനുഭവമല്ല, തീർത്ഥാടനത്തിലൂടെ ലഭിക്കുന്നു. അതായത് വിനോദത്തിന് വേണ്ടി നമ്മൾ യാത്ര ചെയ്യും, ആ അനുഭവമല്ല തീർത്ഥാടനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ചിലത് വഴിയോര കാഴ്ചകളായിട്ട് മാഞ്ഞ് പോകുന്നു, മറ്റു ചിലത് വലിയ ജീവിത പാഠങ്ങളായിട്ട് മാറുന്നു. നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. മണൽക്കൂനകൾക്കിടയിലൂടെ. നാട്ടിൽ മണൽവാരൽ തൊഴിലാളിയായിരുന്നു നജീബ്. ജീവിത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഏറെ പ്രതീക്ഷകളോടെ ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. കൂടെ പരിചയക്കാരനായ ഹക്കീമും. ബോംബെ വഴി സൗദി അറേബ്യയിലേക്ക് പുറപ്പെടുന്ന അവർക്ക് അയൽക്കാരനായിരുന്ന ശശി ബോംബെയിൽ വെച്ച് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു. റിയാദിൽ വിമാനമിറങ്ങിയ അവർ എയർപോർട്ടിൽ ഏറെ നേരം അർബാബിനെ, സ്പോൺസർ, കാത്തിരുന്നു. ഇതിനിടയിൽ അവിടെ എത്തിയ ആൾ തങ്ങളുടെ അർബാബാണെന്ന് കരുതി രണ്ടുപേരും അയാൾക്കൊപ്പം പോകുന്നു. ഇനിയാണ് നോവലിലേക്ക് കടക്കുന്നത്. വായിക്കാം. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഒരു വണ്ടിയായിരുന്നു എൻ്റെ അർബാബിൻ്റേത്. ഡോറും ബോണറ്റും ടോപ്പും ഒക്കെ പെയിന്റിളകി തുരുമ്പ് പിടിച്ചിരിക്കുന്നു. ഡോറുകളുടെ ലോക്ക് നഷ്ടപ്പെട്ട് കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. സീറ്റിൻ്റെ കുഷ്യൻ ഇളകി, സ്പ്രിങ്ങുകൾ വെളിയിൽ കാണാമായിരുന്നു. വണ്ടിക്കടുത്തെത്തിയതും അർബാബ് എൻ്റെ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പിറകിൽ തുറന്ന ഭാഗത്തേക്ക് ഒരു ഏറു വെച്ചു കൊടുത്തു. അർബാബ്, എൻ്റെ ഉമ്മ തന്നയച്ച മീനച്ചാർ, എൻ്റെ സൈനിവിൻ്റെ നാരങ്ങ അച്ചാർ. എൻ്റെ ചങ്കു പൊള്ളിപ്പോയി. ഹക്കീമിൻ്റെ ബാഗ് തട്ടിപ്പറിക്കുന്നതിന് മുമ്പ് അവനത് ഓടിക്കൊണ്ടുപോയി പിറകിൽ വെച്ചു. അവൻ്റെ കയ്യിൽ അച്ചാറും വെളിച്ചെണ്ണയും അടക്കം കുപ്പി ഐറ്റംസ് കുറേയേറെ ഉണ്ടായിരുന്നു. അർബാബ് ഡ്രൈവർ വശത്തെ വാതിൽ തുറന്ന് സീറ്റിലേക്ക് ചാടിക്കയറിയിരുന്നു. സത്യത്തിൽ ഡ്രൈവറെ കൂടാതെ മറ്റൊരാൾക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലമേ ക്യാബിനിൻ്റെ ഉള്ളിലുള്ളൂ. ഞാനും ഹക്കീമും കൂടി എങ്ങനെയെങ്കിലും ഞെക്കി ഞെരുങ്ങി ഇരിക്കാം. ഞാൻ മറുഡോർ തുറക്കാൻ ആഞ്ഞതും അർബാബ് എന്തോ ഒന്ന് അലറി. ഞാൻ ഞെട്ടി പിറകോട്ട് മാറി. അർബാബ് പിറകിലേക്ക് കൈ ചൂണ്ടി. ഒന്നും മനസ്സിലാവാതെ ഞങ്ങൾ ഡോറിൽ പിടിച്ചു തന്നെ നിന്നു. അർബാബ് പിന്നെയും കൈ ചൂണ്ടി. യാ അള്ള എന്ന് അലറി. പിന്നെ കോപത്തോടെ വാതിൽ തുറന്നിറങ്ങി വന്ന് എൻ്റെ കൈ പിടിച്ച് പിന്നിലേക്ക് കൊണ്ടുപോയി പിറകുവശത്തെ തുറന്ന ക്യാബിനിലേക്ക് തള്ളി. അതുകൊണ്ട് ഹക്കീം അവിടേക്ക് ചാടി കയറി. അർബാബ് തിടുക്കത്തിൽ ചെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി. വണ്ടിയുടെ പിൻഭാഗത്ത് 2-3 വലിയ അലുമിനിയം പാത്രങ്ങളും കുറച്ച് പുല്ലും കുറെ ചാക്കുകെട്ടുകളും ഉണ്ടായിരുന്നു. സൈഡിലെ അഴിയിൽ പിടിച്ച് വല്ലവിധേനയും ഞങ്ങൾ അവിടെ ഇരുന്നു. ഏതോ പുരാതന ലോകത്തു നിന്നും ഇറക്കിക്കൊണ്ടു വന്നതുപോലെ പഴഞ്ചനായിരുന്നെങ്കിലും വണ്ടിക്ക് നല്ല സ്പീഡുണ്ടെന്ന് തോന്നി. അതിൻ്റെ ഇരമ്പലും ചിലക്കിലും മാത്രമായിരുന്നു അതികഠിനം. എന്നാൽ എയർപോർട്ട് വഴി വിട്ട് പ്രധാന നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള വേഗം എനിക്ക് ബോധ്യപ്പെട്ടത്. 100 കണക്കിന് വാഹനങ്ങൾ അതിനെ നിർദാക്ഷിണ്യം പിന്തള്ളിക്കൊണ്ടിരുന്നു. അത് ആകെ പിന്തള്ളുന്നത് സ്വന്തം പുകക്കുഴൽ ഊതിവിടുന്ന കരിമ്പുക മാത്രം. ഗൾഫിൻ്റെ വീഥികളിലൂടെയുള്ള എൻ്റെ ആദ്യ യാത്ര അതിങ്ങനെ തുറന്ന വണ്ടിയിലായത് എന്നെ കുറച്ച് വേദനിപ്പിച്ചെങ്കിലും കൂടുതൽ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത്. വഴിയുടെ ഇരുഭാഗത്തുമുള്ള നീളൻ കെട്ടിടങ്ങളുടെയും പ്രഭാപൂരത്തിൻ്റെയും കാഴ്ചയാത്രയും അതിൻ്റെ മനോഹരത തെല്ലും ചോരാതെ കാണാൻ അതുകൊണ്ട് മാത്രം എനിക്ക് കഴിഞ്ഞു. അർബാബിനൊപ്പം മുൻ സീറ്റിലാണ് ഞാൻ ഇരുന്നതെങ്കിൽ എനിക്ക് ഗൾഫിനെ അതിൻ്റെ പൂർണ്ണതയിൽ ഇങ്ങനെ കാണാൻ കഴിയുമായിരുന്നോ? വഴിയിൽ രാത്രി പിറന്നിരുന്നത് കൊണ്ട് മറ്റു വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആർക്കും ഞങ്ങളെ കാണാനും കഴിയുമായിരുന്നില്ല. എത്ര നേരം ആ പിന്നിലിരിപ്പ് യാത്ര നീണ്ടെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഹക്കീമിന് ഒട്ടുമേ നിശ്ചയമുണ്ടായിരുന്നിരിക്കില്ല. നഗരത്തിൻ്റെ പ്രഭാപൂരം പതിയെ അസ്തമിക്കുകയായിരുന്നു. നീളൻ പാതകൾ നഗരം വിട്ടൊഴിയുന്നത് ഞാൻ അറിഞ്ഞു. ഞങ്ങളെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണവും കുറഞ്ഞു. വെളിച്ചമെന്നത് തെരുവിൽ ഇടവിട്ട് തെളിയുന്ന നിയോൺ വെളിച്ചം മാത്രമായി. കുറെ നേരം കൂടി കഴിഞ്ഞപ്പോൾ യാത്ര നീളൻ പാതകൾ ഉപേക്ഷിച്ച് ഇടവഴിയിലേക്ക് തിരിയുന്നത് ഞാൻ അറിഞ്ഞു. പ്രകാശം എന്നത് അപ്പോൾ വളരെ അകലെ അകലെ വരുന്ന വിളക്കുകാലുകൾ മാത്രമായി.
ഇടയ്ക്കെപ്പോഴും നോക്കിയപ്പോൾ ഹക്കീം ആ ചാരിയിരിപ്പിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. നല്ല യാത്രാക്ഷീണം കാണും, ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. യാത്ര ഇടവഴികൾ വിട്ട് മൺപാതയിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ അറിഞ്ഞു. അപ്പോൾ പ്രകാശം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞിരുന്നു. പിന്നെ അന്ധകാരം മാത്രം. പൊടിപടലം പറത്തിക്കൊണ്ട് ആ വാഹനം മൺകൂനകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു. വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം. വല്ലതും കഴിച്ചിട്ടിറങ്ങാൻ ശശി നിർബന്ധിച്ചിട്ടും കാലത്തെ വെപ്രാളത്തിന് കഴിക്കാൻ തോന്നിയിരുന്നില്ല. വിമാനത്തിൽ നിന്ന് കിട്ടിയ എന്തൊക്കെയോ ആഹാരങ്ങൾ കഴിക്കേണ്ട വിധം നിശ്ചയമില്ലാതിരുന്നതിനാൽ കഴിക്കാനും പറ്റിയില്ല. എനിക്ക് സത്യത്തിൽ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം മണൽവാരി കരക്കി അടുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മാതിരിയുള്ള കനത്ത വിശപ്പ്. എയർപോർട്ടിൽ വെച്ച് ഞാൻ വിശപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ വിശന്ന് ചത്തേക്കുമെന്നാണ് ഹക്കീം പറഞ്ഞത്. അർബാബ്, ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഞങ്ങൾക്കിത്തിരി ആഹാരം വാങ്ങിച്ചു തരൂ, ഞങ്ങൾക്കിത്തിരി വെള്ളം മേടിച്ചു തരൂ എന്ന് അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങിക്കിടന്നതല്ലാതെ ഒട്ടും പുറത്തേക്ക് വന്നതേയില്ല. പേടിയായിരുന്നു. ആ നിലവിളി അർബാബിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന പേടി. അത് തന്നെയുമല്ല, കനത്ത ഇരുട്ടല്ലാതെ ആഹാരം കഴിക്കാൻ പാകത്തിൽ കടകൾ എന്തെങ്കിലും ഉള്ളതിൻ്റെ സൂചന വഴി കാണിച്ചതുമില്ല. വണ്ടി മൺപാതയിലൂടെ ഓട്ടം തുടങ്ങിയിട്ട് തന്നെ മണിക്കൂറുകൾ ഒന്നെങ്കിലും പിന്നിട്ടിരിക്കണം. കുലുങ്ങി കുലുങ്ങി എനിക്ക് നടു വേദനിക്കാൻ തുടങ്ങിയിരുന്നു. ശ്വസിക്കാൻ ബുദ്ധിമുട്ടും വിധത്തിൽ പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങുന്നുണ്ട്. എന്തൊരു യാത്രയാണിത്! എൻ്റെ പടച്ചോനെ, ഞാൻ അറിയാതെ പറഞ്ഞുപോയി. അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെപ്പോലെ എൻ്റെ മനസ്സിനെ വലം തുടങ്ങി. അകാരണമായ ഒരു സംശയം മനസ്സിനെ ഇറുക്കാൻ തുടങ്ങി. ഞാൻ മോഹിച്ച തരം, ഞാൻ സ്വപ്നം കണ്ട തരം ഒരു ഗൾഫിലേക്കല്ല എൻ്റെ ഈ യാത്ര നീളുന്നത് എന്നൊരു തോന്നൽ. വെറുതെ ഒരു തോന്നൽ. ഞാൻ ആരിൽ നിന്നൊക്കെയോ കേട്ടറിഞ്ഞ ഗൾഫ് ഇങ്ങനെയൊന്നുമല്ല. എന്തോ എവിടെയോ ഒരു കുഴപ്പം മണക്കുന്നത് പോലെ. ഒന്നും വ്യക്തമല്ല. ഈ സംശയം ഹക്കീമിനോട് പങ്കുവച്ചിരുന്നെങ്കിൽ അല്പം ആശ്വാസം കിട്ടുമായിരുന്നു. എന്നാൽ അവൻ നല്ല ഉറക്കമാണ്, ഉറങ്ങട്ടെ. ഒരു പക്ഷേ എൻ്റെ ആദ്യ കേട്ടിരുന്നെങ്കിൽ അവൻ അപ്പോഴേ കരച്ചിൽ തുടങ്ങുമായിരുന്നിരിക്കണം. സമയം എത്രയായെന്ന് അറിയാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ശശിക്ക് വാച്ചൂരി കൊടുക്കാൻ തോന്നിയ നിമിഷത്തെ വീണ്ടും ശപിച്ചു. അല്ലെങ്കിൽ എത്തുമ്പോൾ എത്തട്ടെ, സമയം അറിഞ്ഞിട്ട് എന്തു ചെയ്യാൻ? എൻ്റെ സ്വന്തം അർബാബിൻ്റെ വാഹനത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണ്. പിന്നെ സമയത്തെ ഓർത്ത് ഞാൻ എന്തിന് വേവലാതിപ്പെടണം? ഞാൻ വണ്ടിയുടെ പിറകിലുണ്ടായിരുന്ന ഒരു പുൽക്കെട്ടിലേക്ക് തല മെല്ലെ ചാച്ചുവെച്ച് കിടന്നു. മേലെ ആകാശത്ത് നക്ഷത്രങ്ങൾ അവയുടെ വെളിച്ചമൊളിപ്പിച്ച് ഉറക്കമായി കഴിഞ്ഞിരുന്നു. വെറുതെ ആ കറുത്ത ആകാശ ശൂന്യതയിലേക്ക് കണ്ണുമിഴിച്ച് ഞാൻ കിടന്നു. വണ്ടിയുടെ ഒടുങ്ങാത്ത കുലുക്കവും ഇരമ്പലും എനിക്ക് ആ യാത്രാക്ഷീണത്തിൽ താരാട്ടായി. ആ കിടപ്പിൽ കിടന്ന് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. അപ്പോൾ ആടുജീവിതം എന്ന കൃതിയിലൊരു ചെറിയ ഭാഗമാണ് ഈ നജീബ്, അതായത് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകാനുള്ള യാത്രയിൽ അദ്ദേഹം എയർപോർട്ടിൽ വന്നിറങ്ങി. പിന്നീട് ഈ അർബാബ്, അതായത് സ്പോൺസർ എന്ന് പറയുന്ന ആൾ ഇവരെ വിളിച്ചുകൊണ്ട് പോകുവാനായിട്ട് വന്നു. അവരുടെ സ്പോൺസറാണെന്ന് കരുതി അതിലേക്ക് അവർ കയറി. ഈ വണ്ടി ഇങ്ങനെ പോവുകയാണ്. ഇദ്ദേഹമാണെങ്കിൽ സംസാരിക്കുന്നുമില്ല. ഇവർക്കാണെങ്കിൽ നല്ല വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട്, അതായത് ഈ നജീബിൻ്റെ മനസ്സിൽ ഒരുപാട് ആശങ്കകളൊക്കെ പൊന്തി വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു പ്രതീക്ഷയെ അദ്ദേഹം വച്ചു പുലർത്തുന്നു. നമുക്ക് ചോദ്യം നോക്കാം. അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെപ്പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ചു തുടങ്ങി. ഈ വാക്യത്തിൽ നിന്ന് നജീബിൻ്റെ യാത്രയെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകൾ കണ്ടെത്താം? എന്തെല്ലാം സൂചനകളാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതെന്ന് യാത്രയെക്കുറിച്ച്? അതായത് നജീബിൻ്റെ ആശങ്കകൾ, അല്ലേ? അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ എന്തൊക്കെയായിരുന്നു? ഈ അർബാബിൻ്റെ ഒരു മോശമായ പെരുമാറ്റം, പിന്നെയോ അദ്ദേഹത്തിൻ്റെ യാത്രയിലെ അനുഭവങ്ങൾ, അപ്പോൾ ഈ പ്രയാസങ്ങൾക്കിടയിലും നജീബിൻ്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളും. അപ്പോൾ ഇതെല്ലാം എഴുതണം. അതായത് നജീബിൻ്റെ മനസ്സിലുണ്ടായ ആശങ്കയും ഭീതിയും വെളിപ്പെടുത്താനാണ് ഈ ഒരു സാദൃശ്യ കൽപ്പന നടത്തിയത്. അതായത് ഈ മണിയനീച്ചയുടെ പ്രത്യേകത, എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സുഖകരമല്ലാത്തൊരു ശബ്ദവും ഒരു ചലനവുമാണ് അതിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സാദൃശ്യ കൽപ്പന നടത്തിയിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഗൾഫിലെത്തിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവങ്ങളാണ് ഈ അവസ്ഥ ഉണ്ടാക്കിയത്, അല്ലേ? അതായത് ഈ അർബാബിൻ്റെ മോശമായ പെരുമാറ്റം, മണിക്കൂറുകൾ നീണ്ടുനിന്ന വിശ്രമമില്ലാത്ത യാത്ര, കത്തുന്ന വിശപ്പ്, കടുത്ത ദാഹം എന്നിവയെല്ലാം നജീബിൽ ആശങ്കയും ഭീതിയും ഉളവാക്കി.
അതായത് അർബാബിൻ്റെ മോശമായ പെരുമാറ്റം, മണിക്കൂറുകൾ നീണ്ടുനിന്ന വിശ്രമമില്ലാത്ത യാത്ര, കത്തുന്ന വിശപ്പ്, കടുത്ത ദാഹം, ഇതെല്ലാം ഈ നജീബിൽ ആശങ്കയും ഭീതിയും ഉളവാക്കി. അടുത്ത ചോദ്യം എന്താണ്? മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകത്തിനറിയാം നീരുറവയുടെ ആഴം. കിണറ്റിലെ തവളയോട് ചോദിക്കൂ കടലിൻ്റെ വലിപ്പം. താജിൽ വീണ്ടും. സച്ചിദാനന്ദൻ്റെ ഒരു കവിതയാണത്. ഈ കവിതാ ഭാഗത്തെ ആശയതലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നജീബിൻ്റെ മരുഭൂമിയിലെ അനുഭവങ്ങൾ വിശകലനം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കുക. അതായത് മരുഭൂമിയിൽ മരിക്കുന്ന ഈ ഒട്ടകം എന്ന് പറയുന്ന ജീവിക്ക് അറിയാം നീരുറവ, അതായത് ഒരു നീരുറവയുടെ ആഴവും അതിൻ്റെ ആവശ്യവും ഈ ഒട്ടകത്തിനറിയാം. ഒട്ടകത്തിന് ഈ മരുഭൂമിയിൽ എവിടെയെങ്കിലും ഒരു ചിലപ്പോൾ വെള്ളം കിട്ടാനില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, ശേഖരിച്ചിരിക്കുന്ന വെള്ളം തീർന്നു പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു നീരുറവ ഉണ്ടെങ്കിൽ അത് അതിന് അത്രമാത്രം ആശ്വാസമാണ്. അതുകൊണ്ട് ഈ മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകത്തിനറിയാം ഒരു നീരുറവയുടെ ആഴവും ആവശ്യവുമെല്ലാം. അത് തിരിച്ചറിയുന്നുണ്ട്. പിന്നെയോ കിണറ്റിലെ തവളയുടെ കാര്യം പറയുമ്പോൾ കിണറ്റിലെ തവള എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത തവളയാണ് അല്ലേ. ആ കിണർ വിട്ട് അതിനൊരു ലോകമില്ല, അതിന് പുറത്ത് കടക്കാനൊരു നിർവാഹവുമില്ല. അപ്പോൾ അത് ഈ കടലിൻ്റെ വലിപ്പവും സ്വാതന്ത്ര്യവും എല്ലാം സ്വപ്നം കാണുകയാണ്. കടലിൻ്റെ വലിപ്പവും സ്വാതന്ത്ര്യമെല്ലാം ആ ഇടുങ്ങിയ ആ കിണറ്റിലിരുന്നത് സ്വപ്നം കാണുകയാണ്. അപ്പോൾ ഇതിന് സമാനമായൊരു അനുഭവവും സാഹചര്യവുമൊക്കെയാണ് ഈ നജീബിനും ഉണ്ടായത് അല്ലേ. നജീബ് മരുഭൂമിയിൽ 2-2.5 വർഷത്തോളം അദ്ദേഹം കിട്ടുന്ന ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു. എങ്കിൽ പോലും ആദ്യത്തെ ദിവസം മുതൽ തന്നെ അദ്ദേഹത്തിന് പീഡനങ്ങളായിരുന്നു. എങ്കിലും ഈ അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു. അതായത് അർബാബിൻ്റെ കയ്യിൽ തൻ്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണെന്നൊരു പ്രതീക്ഷ ഈ നജീബിന് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിതെല്ലാം ചേർത്ത് വെച്ചിട്ട് ഈ അനുഭവങ്ങളൊരു ആശയം, അതായത് വിശകലനം ചെയ്തിട്ട് അതൊരു കുറിപ്പ് തയ്യാറാക്കണം. പിന്നെ അടുത്ത ചോദ്യം, ഗൾഫിലെ ആദ്യ ദിവസത്തെ യാത്രാ അനുഭവത്തെക്കുറിച്ച് നജീബ് തൻ്റെ കൂട്ടുകാരന് അയക്കാനിടയുള്ള ശബ്ദ സന്ദേശം, വോയിസ് മെസ്സേജ് അത് തയ്യാറാക്കുക. നജീബാണെന്ന് സങ്കല്പിച്ച് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് ഒരു വോയിസ് മെസ്സേജ് അയക്കുക. എന്തൊക്കെയാണ് അദ്ദേഹം ആദ്യത്തെ ദിവസത്തെ യാത്രാനുഭവം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, അതായത് ഈ അർബാബിൻ്റെ മോശമായ പെരുമാറ്റവും മണിക്കൂറുകൾ നീണ്ട യാത്രയും വിശപ്പും ദാഹവും എല്ലാം. അപ്പോൾ അതൊക്കെ വെച്ചൊരു നജീബാണ് നമ്മൾ സ്വയം സങ്കല്പിച്ചിട്ടൊരു വോയിസ് മെസ്സേജ് തയ്യാറാക്കുക. അടുത്ത ചോദ്യം, വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ച വെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം. അടിവരയിട്ടിരിക്കുന്ന പദം നൽകുന്ന അർത്ഥമെന്ത്? ഇതുപോലെ പച്ച ചേർന്ന് വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി അർത്ഥതലം വ്യക്തമാക്കുക. അതായത് പച്ച ചേർന്ന് വരുന്ന ഉദാഹരണത്തിന് ഇതിനകത്ത് പച്ച പരിഷ്കാരി, പച്ച മനുഷ്യൻ, ഇത്രയും കൊടുത്തിട്ടുണ്ട്. വേറെ കുറച്ച്, അതായത് പച്ച വെള്ളം, അതായത് അടിവരയിട്ടിരിക്കുന്ന പദം പച്ച. അപ്പോൾ ഈ പച്ച വെള്ളം പച്ച പരിഷ്കാരി, പച്ച മനുഷ്യൻ. അതുകൂടാതെ നമ്മൾ വേറെ കുറച്ച് പച്ച ചേർന്ന് വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് അതിൻ്റെ അർത്ഥതലം കൂടി വിശദമാക്കണം. പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധജലം എന്നാണ് അർത്ഥം. പിന്നെ പച്ച മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കളങ്കമൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ, അതായത് യാതൊരു കളങ്കവുമില്ലാത്ത, അതായത് ഒരു തുറന്ന ഒരു മനുഷ്യൻ, കളങ്കമില്ലാത്ത മനുഷ്യൻ. പച്ച പരിഷ്കാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പുതിയ പരിഷ്കാരം സ്വീകരിച്ചയാൾ. പരിഷ്കാരങ്ങളൊക്കെ മാറി വരും അല്ലേ ഓരോ കാലത്തിലും. അപ്പോൾ അതിലേറ്റവും ഇപ്പം നിലവിൽ എന്താണോ പുതിയ പരിഷ്കാരം അത് സ്വീകരിച്ചയാൾ പച്ച പരിഷ്കാരി. പിന്നെ പച്ചരി എന്ന് പറയാം അല്ലേ. പച്ചരി എന്ന് പറഞ്ഞാൽ വേവിക്കാത്ത അരി, പച്ച അരി, അത് വേവിക്കാത്ത അരി. പിന്നെ നമുക്ക് പച്ചമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ചമീൻ എന്ന് പറഞ്ഞാൽ വേവിക്കാത്ത മീൻ, അതായത് പച്ചമീൻ, വേവിക്കാത്ത മീൻ. പിന്നെ പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ പഴുക്കാത്ത മാങ്ങ എന്ന് ഉദ്ദേശിച്ചാൽ പച്ച നിറമുള്ള മാങ്ങ. പിന്നെ പച്ചമണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കൃഷി ചെയ്തിട്ടില്ലാത്ത മണ്ണ്, കൃഷി ചെയ്യാത്ത ഒരു മണ്ണിനെയാണ് പച്ചമണ്ണ് എന്ന് പറയുന്നത്. പിന്നെ പച്ച വെളിച്ചം എന്ന് പറഞ്ഞാൽ അതൊരു ശൈലിയാണ്. പച്ച വെളിച്ചം അതൊരു ശൈലി. പിന്നെ എന്താണ്? പച്ചപ്പുണ്ണ്, അതായത് പുണ്ണെന്ന് പറഞ്ഞാൽ വ്രണം, അതായത് ഒട്ടും ഉണങ്ങിയിട്ടില്ലാത്തൊരു വ്രണം, അതിന് നമുക്ക് പച്ചപ്പുണ്ണെന്ന് പറയാം. പിന്നെ പച്ചവേഷം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ കഥകളിയിലൊക്കെ സാത്വിക വേഷങ്ങൾക്കുള്ള അവരുടെ പേരാണ് പച്ചവേഷം. അതായത് സാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്ക് പറയുന്ന വേഷമാണ് പച്ചവേഷം. കത്തിവേഷം എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ അതിൽ പച്ചവേഷം എന്ന് പറഞ്ഞാൽ കഥകളിയിലൊക്കെ സാത്വിക വേഷങ്ങൾക്ക് പറയുന്ന പേര്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടെത്തി അവിടെ ആശയമൊക്കെ എഴുതുക. ഇനി അടുത്തതായിട്ട് പി വത്സല, കഥകാരി പി വത്സല. ഈ വർഷം പി വത്സല അന്തരിച്ചു, നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. അപ്പോൾ ഈ പി വത്സല ഈ ആടുജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറച്ച് വാക്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അവരുടെ ഒരു അഭിപ്രായം. മധുരമായ ഗദ്യം, അനുഭവ തീവ്രമായ പ്രമേയം, മലയാളിത്തം എല്ലാം ഒത്തിണങ്ങിയ നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം.
മരുഭൂമിയുടെ വിഭ്രാത്മകമായ സൗന്ദര്യം, മരുലോകത്തിൻ്റെ സവിശേഷതകൾ ഇതൊന്നും മലയാള നോവലിൽ ഇത്ര ആഴത്തിൽ ഇതിനു മുമ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. മലയാള സാഹിത്യത്തെയും ഭാഷയെയും ഈ നോവൽ ഏറെ ഉയരത്തിലെത്തിച്ചിരിക്കുന്നു. പി വത്സല. അപ്പോൾ ഈ പി വത്സല ആടുജീവിതത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതാണിത്. അപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ നോവൽ വായിച്ച് ഒരു പുസ്തക ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം. അപ്പോൾ കൂട്ടുകാരുടെ ആസ്വാദന കുറിപ്പുകൾ ശേഖരിച്ച് പതിപ്പ് തയ്യാറാക്കണം. നിങ്ങളുടെ ലൈബ്രറിയിൽ, സ്കൂൾ ലൈബ്രറിയിൽ ഉണ്ടാകും ആടുജീവിതം എന്ന നോവൽ. അത് നിങ്ങളെന്ത് ചെയ്യണം? അത് വായിക്കുക. അപ്പോൾ അത് നന്നായിട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി എന്നുള്ളത് നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം എഴുതുക. ഈ നോവലിൻ്റെ തുടക്കത്തിൽ തന്നെ, അതായത് മുഖവാക്യത്തിൽ തന്നെ ഈ ബെന്യാമിൻ പറയുന്നുണ്ട്, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ്. അദ്ദേഹം പറയുന്ന വാക്യമാണ്. എത്ര ശരിയാണ് അതല്ലേ? നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട് നമുക്കത് വെറും കെട്ടുകഥയാണ്. കാരണം നമ്മളത് അനുഭവിച്ചിട്ടില്ല, നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം നോവൽ പറഞ്ഞിരിക്കുന്നൊരു വാചകം, നോവലിൻ്റെ തുടക്കത്തിൽ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു മുഖവാക്യത്തോടെയാണ് ഈ ആടുജീവിതം എന്നുള്ളൊരു നോവൽ തുടങ്ങുന്നത് തന്നെ. 2008 നോവൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെ ഇത് ഒരുപാട് ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഈ നോവൽ സിനിമയാക്കിയിട്ടുമുണ്ട്. പിന്നെ എന്താണ്, പിന്നെ അതിനെക്കുറിച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ 60കളിൽ മുതൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക്, അതായത് 60കൾ മുതൽ 1960കൾ മുതലാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക്, ഗൾഫ് രാജ്യത്തിൻ്റെ സുവർണ്ണ തീരങ്ങളിലേക്കൊക്കെ ഈ മലയാളികൾ യാത്ര ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അവരുടെ ഈ നാടിൻ്റെയും ജീവിതക്രമത്തിലും പുരോഗതിയിലും മാത്രമല്ല സാഹിത്യ രൂപങ്ങളിലൊക്കെ അത് പ്രതിഫലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെന്താണ്, അതായത് 60കളിൽ ഗൾഫ് രാജ്യങ്ങളിലെ സുവർണ്ണ തീരങ്ങൾ തേടി മലയാളി യാത്ര ഒരുങ്ങിയത് മുതൽ അവരുടെയും നാടിൻ്റെയും ജീവിതക്രമത്തിലും പുരോഗതിയിലും മാത്രമല്ല സാഹിത്യ രൂപങ്ങളിലും അവ പ്രതിഫലിക്കാൻ തുടങ്ങി. പ്രവാസ ജീവിതത്തിലെ വൈവിധ്യപൂർണമായ അനുഭവങ്ങളും സങ്കീർണതകളും വ്യത്യസ്ത തലങ്ങളിൽ ആവിഷ്കരിക്കപ്പെട്ടു. അതായത് പ്രവാസ ജീവിതത്തിൻ്റെ ഒരു കഥയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രവാസ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള വൈവിധ്യപൂർണ്ണമായ അനുഭവങ്ങളും സങ്കീർണതകളും ഒക്കെ വ്യത്യസ്ത തലങ്ങളിൽ ആവിഷ്കരിക്കപ്പെട്ട ഒരു നോവലാണിത്. മരുഭൂമിയിലെ ജീവിതത്തിൻ്റെതായ പ്രത്യേകതകൾ പറയുന്നുണ്ട്. പിന്നെ തൊഴിലനുഭവങ്ങളുണ്ട്, പിന്നെ കാലാവസ്ഥ എന്നിവയെല്ലാം ഈ നോവലിൽ കടന്നു വരുന്നുണ്ട്. അതിലെ പ്രതീക്ഷയും സൗന്ദര്യവും സന്തോഷവും ആത്മീയതയും സങ്കടവും സ്വപ്നവും ഇഴചേർന്ന് കിടക്കുന്നുണ്ട്. പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും ഭാവമാറ്റങ്ങൾ, മരുഭൂമിയിലെ മണൽപ്പരിപ്പുകൾ, തീക്കാറ്റുകൾ, വെയിൽ, മഴ, വിഭ്രാത്മകമായ സൗന്ദര്യം എന്നിവയോടൊപ്പം വൈവിധ്യപൂർണ്ണമായ ജീവിതാവസ്ഥകളും ഈ നോവലിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രവാസമെഴുത്തെന്ന് പറയാം. ഒരു പ്രവാസമെഴുത്തിൻ്റെ തികച്ചും വ്യത്യസ്തമായ ഒരു ആവിഷ്കരണമാണ് ഈ ആടുജീവിതം എന്ന നോവൽ. പിന്നെന്താണ്, നജീബ് എന്ന വ്യക്തി, അതായത് ആടുജീവിതത്തിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് നജീബ് എന്ന വ്യക്തിയാണ് അല്ലേ. ആ വ്യക്തിയുടെ പച്ചയായ ജീവിതത്തിന് മേൽ എഴുത്തുകാരൻ തൻ്റെ ജീവിതത്തിൽ നിന്നും സാംശീകരിച്ച അനുഭവങ്ങളും കൂടി അത് ചേർത്തിട്ടുണ്ട്. അതായത് ഈ നജീബ് എന്ന മനുഷ്യൻ്റെ പച്ചയായ ജീവിതത്തിന് മേലെ എഴുത്തുകാരൻ തൻ്റെ ജീവിതത്തിൽ നിന്നും സംശീകരിച്ച അനുഭവങ്ങളും കാഴ്ചകളും സ്വപ്നങ്ങളും ദർശനവും എല്ലാം ചേർത്ത് വെച്ച് ഒരു പുതിയ തലമാക്കി അതിനെ മാറ്റുന്നുണ്ട്. പിന്നെ എന്താണ്, മരുഭൂമിയുടെ സൗന്ദര്യ തലങ്ങളും തീഷ്ണതയും ഭീകരതയും എല്ലാം ഈ അനുഭവ തലങ്ങളോട് ചേർത്ത് വയ്ക്കുന്നുമുണ്ട്. മനുഷ്യജീവിതത്തെ പച്ചയായും തീവ്രമായും രൂക്ഷമായും ആവിഷ്കരിക്കുമ്പോഴും സഹനത്തിൻ്റെയും വേദനയുടെയും ആഴങ്ങളിൽ പിടയുമ്പോഴും പ്രസാദാത്മകതയുടെ തെളിച്ചങ്ങൾ ആടുജീവിതത്തിൽ പ്രകടമായി കാണുന്നുണ്ട്. അതായത് വളരെ അതുപോലെ തീവ്രമായ പീഡനങ്ങൾ ഏറ്റ ഒരു വ്യക്തിയാണ് നജീബ്. അപ്പോൾ ഈ നജീബിൻ്റെ ജീവിതത്തിൽ പച്ചയായിട്ട് അത് ആവിഷ്കരിക്കുന്നുണ്ട്, തീവ്രമായും പച്ചയായിട്ട് അത് ആവിഷ്കരിക്കുന്നുണ്ട്. സഹനത്തിൻ്റെയും വേദനയുടെയും ആഴങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പിടയുന്നുമുണ്ട്. എങ്കിലും പ്രസാദാത്മകമായ വെളിച്ചങ്ങളും കൂടി ഈ ആടുജീവിതത്തിൽ പ്രകടമായി കാണുന്നുണ്ട്. ഏത് കൊടിയ ദുരന്തത്തിനപ്പുറം ബാക്കിയാവുന്ന തലോടലുകളും പച്ചപ്പുകളും ഇതിൽ തെളിഞ്ഞു വരുന്നതൊക്കെ കാണാം. അതായത് എത്ര കൊടിയ ദുരന്തം വന്നാലും ബാക്കിയാവുന്ന തലോടലുകൾ, പിന്നെ പച്ചപ്പുകൾ, അതായത് വീണ്ടും ഒരു പ്രതീക്ഷ, നാളെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷ. എത്ര ദുരന്ത അനുഭവങ്ങൾ നേരിടേണ്ടി വന്നാലും നാളെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷയാണ് ഈ മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഈ നോവൽ തെളിഞ്ഞു കാണാം. പിന്നെ ലളിതമായൊരു ആഖ്യാനമാണ്. പിന്നെ അവതരണത്തിലെ ആത്മാർത്ഥതയും അനുഭവങ്ങളുടെ അസാധാരണത്വവും ഒക്കെ ആടുജീവിതത്തെ വേറിട്ട് നിർത്തുന്നു. പിന്നെ എന്താണ്, വൈവിധ്യമാർന്ന അനുഭവങ്ങളും വൈകാരിക അംശങ്ങളെയും പ്രകൃതിയുമായി ചേർത്ത് നിർത്തുന്ന നിരവധി സന്ദർഭങ്ങളൊക്കെ ഇതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. പരിഷ്കൃത മനുഷ്യൻ്റെ ജീവിത അവസ്ഥകൾക്കും നിയമങ്ങൾക്കും യോജിക്കാത്ത, അതായത് പരിഷ്കൃത മനുഷ്യൻ്റെ ജീവിതാവസ്ഥകൾക്കും നിയമങ്ങൾക്കും യോജിക്കാത്ത, അതായത് മാനവികതയ്ക്കും സ്നേഹത്തിനും അപ്പുറമുള്ള ഒരിടമായിട്ട് ഈ മസറയിലെ നജീബിൻ്റെ ആടുജീവിതത്തെ മാറ്റുന്നുണ്ട്. അപ്പോൾ ആടുജീവിതത്തിൻ്റെ വേറിട്ട വായനകൾ വ്യത്യസ്ത തലങ്ങളിലേക്ക് വായനക്കാരനെ കൊണ്ടുപോകുമെന്ന് നമുക്ക് പറയുവാൻ കഴിയും.
പിന്നെ ബെന്യാമൻ പറയുന്ന ഒരു വരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ഈ നോവലിനെ കുറിച്ച്. ആടുജീവിതം എന്ന നോവലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ: മഴയ്ക്ക് ശേഷം വരണ്ട മണ്ണിന് മീതെ പൊന്തി വന്ന പച്ച വിരിപ്പുകളിൽ ഒരു കുഞ്ഞു ചെടി നജീബിന് കൊടുക്കുന്നത് ആത്മവിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. നജീബേ, മരുഭൂമിയുടെ ദത്തുപുത്ര, ഞങ്ങളെപ്പോലെ നീയും നിന്റെ ജീവനെ അടക്കിപ്പിടിച്ച് ഈ മരുഭൂമിയോട് മല്ലിടുക. തീക്കാറ്റും വെയിൽനാളവും നിന്നെ കടന്നു പോകും. നീ അവയ്ക്ക് മുന്നിൽ കീഴടങ്ങരുത്. അത് നിന്റെ ജീവനെ ചോദിക്കും, വിട്ടുകൊടുക്കരുത്. ഈ വരികൾ ഈ ഈ നോവലിൽ ബെന്യാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വരികളാണിത്. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് എത്രയോ പീഡനങ്ങളും കൊടിയ ദുരന്തങ്ങളും യാതനകളും അനുഭവിച്ചാണ് നജീബ് എന്ന മനുഷ്യൻ ആ മണൽപ്പരപ്പിൽ അത്രയും നാൾ ജീവിച്ചതല്ലേ. എങ്കിൽ പോലും ആ മണൽപ്പരപ്പിൽ വിരിഞ്ഞു വന്ന ഒരു കൊച്ചു ചെടി, ആ ഒരു കൊച്ചു ചെടിയെ കണ്ടപ്പോൾ നജീബിൻ്റെ മനസ്സിൽ വീണ്ടും പ്രതീക്ഷകളും മോഹങ്ങളെല്ലാം ഉയർന്ന് വരുന്നുണ്ട്. അപ്പോൾ മുന്നിലും കീഴടങ്ങരുത്, ഒന്നിൻ്റെ മുന്നിലും ഒരു ദുരന്തത്തിൻ്റെ മുന്നിൽ കീഴടങ്ങരുതെന്ന് ആ ചെടി നജീബിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാളെയുടെ ഒരു തെളിച്ചം, പുതിയ പ്രഭാതം നിനക്ക് മുമ്പിൽ തെളിഞ്ഞു വരുമെന്നും ഈ ചെടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത യൂണിറ്റുമായിട്ട് കാണാം. അടുത്ത യൂണിറ്റിലെ ചാപ്റ്ററുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.